ബെനഡിക്റ്റിൻ കുരിശിനെ പറ്റി നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പേരിന് കാരണമായ വിശുദ്ധ ബെനഡിക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ദക്ഷിണ ഇറ്റലിയിലെ ന്യൂർസിയ പട്ടണത്തിൽ AD 480 അനീച്ചിയൂസിന്റെയും സിയയുടെയും മൂത്ത മകനായി ബെനഡിക്റ്റ് ജനിച്ചു. തങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുവാൻ മാതാപിതാക്കൾ ബെനഡിക്റ്റിനെയും സഹോദരിയെയും റോമ നഗരത്തിലേക്ക് കൊണ്ടുപോയി. ബെനഡിക്റ്റിനെ നല്ലതുപോലെ പഠിപ്പിക്കുവാനും നല്ല ശിക്ഷണത്തിൽ വളർത്തുവാനും വേണ്ടി കഴിവും ഭക്തിയുള്ളവളുമായ സിറില്ല എന്ന സ്ത്രീയെ നിയമിച്ചു. സിറില്ലയുടെ സംരക്ഷണത്തിൽ ആയിരുന്നതുകൊണ്ട് കൗമാരത്തിന്റെ ചാബല്യങ്ങളിലേക്ക് ഒന്നും വഴുതി വീഴുവാൻ ബെനഡിക്റ്റിന് ഇടയായില്ല. ചെറുപ്പം മുതൽ തന്നെ അടിയുറച്ച വിശ്വാസം, സഭാസ്നേഹം, ധ്യാനചിന്ത, പരസ്നേഹം എന്നീ പുണ്യങ്ങൾ അവനിൽ കണ്ടു തുടങ്ങി. ചെറുപ്പം മുതൽ മരിയ ഭക്തി അവനിൽ നിറഞ്ഞു നിന്നിരുന്നു. ദിവസവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ അവൻ പ്രണമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. തന്റെ ചുറ്റും നടക്കുന്ന മ്ലേച്ഛതകളിൽ നിന്ന് ഓടിയകലുവാനും തന്റെ ആത്മാവിനെ കറകൂടാതെ സൂക്ഷിക്കേണ്ടതിന് വനത്തിൽ പോയി ഏകാന്തതയിൽ ധ്യാനിക്കാൻ അവൻ തീരുമാനിച്ചു. എന്നാൽ മാതാപിതാക്കളെ വിട്ട് വനത്തിലേക്ക് പോകുന്നത് ശരിയല്ലെന്ന് സിറില്ല പറഞ്ഞെങ്കിലും ബെനഡിക്റ്റ് അത് കൂട്ടാക്കിയില്ല. അവൻ പഠനം ഉപേക്ഷിച്ച് റോമ നഗരത്തിൽ നിന്നിറങ്ങി. സിറില്ലയും അവനെ അനുഗമിച്ചു. അങ്ങനെ സുബൈക്ക് പർവ്വത താഴ്വരയിൽ എത്തുകയും അവിടുത്തെ ആദിവാസി കൂട്ടമായി പരിചയപ്പെടുകയും ചെയ്തു. തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞതോടെ അവൻ സന്തോഷവാനായി. ഒരിക്കൽ സിറില്ല മൺകുടം വൃത്തിയാക്കുന്നതിനിടയിൽ അത് താഴെ വീണുടഞ്ഞത് കണ്ട് ബെനഡിക്റ്റ് പാത്രങ്ങൾ പറക്കിയെടുത്ത് പ്രാർത്ഥനാ മുറിയിലേക്ക് പോവുകയും കഷ്ണങ്ങൾ മുന്നിൽ വെച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥന കഴിഞ്ഞ് പൊട്ടിയ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചതും അത് പഴയ കുടമായി രൂപാന്തരപ്പെട്ടതും ഒന്നിച്ചായിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ ബെനഡിക്റ്റിനെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാക്കി. എന്നാൽ ഏകാന്തവാസമല്ലാതെ മറ്റൊരു ചിന്തയും ഇല്ലാതിരുന്ന ബെനഡിക്റ്റ് പ്രശസ്തി ഭയന്ന് ഒരു ഗുഹയിലേക്ക് താമസം മാറി. അതിനുശേഷം അവൻ റോമുളൂസ് എന്ന സന്യാസിയെ കണ്ടുമുട്ടി. ബെനഡിക്റ്റിന്റെ ഹൃദയശുദ്ധി മനസ്സിലാക്കിയ റോമുളൂസ് അവന്റെ ഭക്ഷണ കാര്യങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ചുമതല ഏറ്റെടുത്തു. പിന്നീട് അദ്ദേഹത്തിന്റെ വിശുദ്ധിയും സന്യാസപരമായ കാഠിന്യങ്ങളും നിമിത്തം അദ്ദേഹം പരക്കേറിയപ്പെടുകയും ഒരു കൂട്ടം സന്യാസികൾ തങ്ങളുടെ ആശ്രമാധിപൻ ആകുവാൻ വിശുദ്ധനെ ക്ഷണിക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. ബെനഡിക്റ്റിന്റെ കാർക്കശ്യമേറിയ ആശ്രമ നിയമങ്ങളെ അവർ എതിർക്കുവാൻ തുടങ്ങി. അതിന്റെ ഫലമായി ഒരു ദിവസം സന്യാസിമാരിൽ ഒരാൾ ബെനഡിക്റ്റിന്റെ വീഞ്ഞു കോപ്പയിൽ വിഷം കലർത്തി നൽകി. എന്നാൽ ബെനഡിക്റ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ കുരിശടയാളത്തിൽ ആശീർവദിച്ചപ്പോൾ വീഞ്ഞു കോപ്പ തകർന്നു വീണു. ബെനഡിക്റ്റിന്റെ ജനപ്രീതി വളർന്നു വരുന്നതിൽ അസൂയാലുവായ ഫ്ലോറൻസിയൂസ് എന്ന സന്യാസി ഒരിക്കൽ അദ്ദേഹത്തിന്റെ അപ്പത്തിൽ വിഷം കലർത്തി. എന്നാൽ ഭക്ഷണത്തിനു മുമ്പുള്ള ബെനഡിക്റ്റിന്റെ കുരിശടയാളത്തിലുള്ള ആശീർവാദം കഴിഞ്ഞപ്പോൾ ഒരു കാക്ക പറന്നു വന്ന് വിഷം കലർത്തിയ അപ്പം കൊത്തിക്കൊണ്ടുപോയി. ഈ രണ്ട് സംഭവങ്ങൾക്കും വിശുദ്ധ ബെനഡിക്റ്റിന്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം മനസ്സിലാക്കി അവ പ്രതീകങ്ങളാക്കി ബെനഡിക്റ്റൻ മെഡലിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അന്ധകാര ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ബെനഡിക്റ്റൻ കുരിശ് സഹായകമാണ്. തന്നെ കൊല്ലാൻ ശ്രമിച്ചതിനാൽ ബെനഡിക്റ്റ് തിരിച്ച് സുബൈക്കോയിൽ എത്തിച്ചേർന്നു. നിരവധി ആളുകൾ വിശുദ്ധനിൽ ആകൃഷ്ടരായി അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അധികം താമസിക്കാതെ സുബൈക്കോ ആത്മീയതയുടെയും അറിവിന്റെയും കേന്ദ്രമായി മാറി. ഏതാണ്ട് 525 ബെനഡിക്റ്റ് അവിടം വിട്ട് മൗണ്ട് കാസിനോയിൽ വാസമുറപ്പിച്ചു. അവിടെ വെച്ച് വിശുദ്ധൻ അപ്പോളോ ദേവന്റെ ക്ഷേത്രം നശിപ്പിക്കുകയും ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. തന്റെ ശിഷ്യത്വത്തിനായി തടിച്ചുകൂടിയ എല്ലാവരെയും ബെനഡിക്റ്റ് ഒരു സന്യാസ സമൂഹമായി സംഘടിപ്പിക്കുകയും തന്റെ പ്രസിദ്ധമായ നിയമസംഹിത എഴുതിയുണ്ടാക്കുകയും ചെയ്തു. അനുസരണം, സ്ഥിരത, ഉത്സാഹം എന്നിവയ്ക്കായിരുന്നു ഈ നിയമങ്ങളിൽ പ്രാധാന്യം.